കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനങ്ങളോടുള്ള, അതായത് ബി.ജെ.പി. ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ വിവേചന സമീപനത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു, ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറഞ്ഞു. അതായത് സാമ്പത്തികമായി നമ്മളെ ഈ സർക്കാർ തന്നെ അടിക്കടി നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ മുണ്ട് മുറുക്കി കൊടുക്കണം, നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയമാണിതെന്ന്. അങ്ങനെയുള്ള ഒരു സർക്കാരിന്, അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക്, അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിന് എങ്ങനെയാണ് ഇത്രയധികം തുക ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങളുടെ പേരിൽ മാറ്റിവെക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്? ഇതിനു മുന്നിലുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന വെല്ലുവിളികൾ ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് പണം തരില്ല എന്ന് ഉറപ്പല്ലേ? അതെ, ഉറപ്പായല്ലോ. 2 ലക്ഷം കോടി രൂപ നമുക്ക് തരാൻ ബാക്കിയാണ്. അതെ, യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ പല ഇനങ്ങളിലായിട്ട് ആ 2 ലക്ഷം കോടി രൂപ തരാൻ ബാക്കിയുള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേരളത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുക? നിങ്ങൾ പറഞ്ഞതുപോലെ ജനപ്രിയല്ല, ജനകീയം, ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളൊരു ഗവൺമെൻറ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനമാണ്. പശ്ചാത്തല സൗകര്യം വികസിക്കാതെ ലോകത്ത് ഒരു രാജ്യത്തിനും മുന്നേറാൻ സാധിക്കില്ല. അല്ല, മാഷി പറഞ്ഞ പശ്ചാത്തല നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഇതേ സംസ്ഥാനത്താണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്കൊരു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്, ഒരു നവകേരള അധികം പ്രതിസന്ധി എവിടെ എത്തി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്? ഞാൻ പറഞ്ഞുതരാം, ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. കേരളത്തിലെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രം പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് വേണം? അതല്ലാത്ത പുതിയ മാർഗം തേടണം. അതാണ് കിഫ്ബി. കിഫ്ബി ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, നിലവിൽ കിഫ്ബി ഉണ്ട്. ഭാവനാപൂർവം കിഫ്ബിയെ എങ്ങനെ കേരളീയ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം എന്നതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും റോഡ്, പാലം, വിദ്യാലയ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ആശുപത്രി കെട്ടിടങ്ങൾ മുഴുവനും അതിന്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചില്ലേ? കിഫ്ബി നിർമ്മിച്ച പാലങ്ങൾ ടോൾ പിരിവ് ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് താങ്കൾക്ക് നൽകാൻ കഴിയുമോ? എന്തിനാണ് അങ്ങനെ നൽകേണ്ട കാര്യം? ആലോചിക്കുന്നുണ്ട്. എന്തിനാ നൽകുന്നത്? അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്. അത് ആലോചിക്കുന്നതിൽ എന്താ കുഴപ്പം? അത് ശരി. മാഷ് പറയുന്നത് കിഫ്ബി നടപ്പാക്കുമ്പോൾ എന്തായിരുന്നു തോമസ് ഐസക് നമ്മളോട് നമ്മളോട് പറഞ്ഞത്? എന്താണ്? കിഫ്ബി ഒരിക്കലും ഒരു അധിക ബാധ്യതയായി നമുക്ക് വരില്ല. അതിന്റെ പണം പൗരന്റെ മേൽ അധിക ബാധ്യതയായി മാറുന്ന അധിക ബാധ്യത വരില്ല. മാഷ് പറയൂ, ഈ പാലത്തിൽ ടോൾ പിരിവാണ് അധിക ബാധ്യത. സമരം ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് സിപിഎമ്മിന്റെ യുവജന സംഘടന. അതൊക്കെ ശരിയായിരിക്കുന്നു. അതൊക്കെ അതല്ലേ ഞാൻ പറഞ്ഞു, എല്ലാ കാര്യം നടപ്പിലാക്കാൻ പറ്റില്ല. മലയാളത്തിൽ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ? എല്ലാം, അതായത് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും ഈ ഗവൺമെന്റ് ധരിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നിങ്ങൾ അത് കേൾക്കുകയും ചെയ്യും. ആ മുദ്രാവാക്യം ഞങ്ങൾ ഞങ്ങൾ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ കേട്ടിട്ടുണ്ടോ? ആ മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ? എന്താ അർത്ഥം? ജയിക്കട്ടെ എന്നല്ലേ? ജയിച്ചുവോ? ഞാൻ മാഷ് എന്നെ കൊണ്ട് പറയിപ്പിക്കാണ്ടിരുന്ന. ശരി, പിന്നെ ജയിച്ചുവോ? വിപ്ലവം ജയിച്ചുവോ? അയ്യോ, നിങ്ങൾ വിപ്ലവം ജയിക്കുന്നു പറഞ്ഞിട്ട് എന്താ വിപ്ലവം ജയിക്കാതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥം